കേരള ഗവൺമെന്റ് കോളേജ് ക്യാമ്പസുകളിൽ നടപ്പിലാക്കിയ ഇൻഡസ്ട്രി ഓൺ ക്യാമ്പസ് പദ്ധതിയുടെ ഭാഗമായി IHRD ഡയറക്ടറുടെ നിർദ്ദേശപ്രകാരം വടകര മോഡൽ പോളിടെക്നിക് കോളേജിൽ പ്രവർത്തിച്ചു വരുന്ന പ്രോമിനന്റ് പെർഫെക്റ്റ് സൊല്യൂഷൻസ് എന്ന ISO സർട്ടിഫൈഡ് കമ്പനിയുടെ സബ് സെന്ററിൽ പൂർത്തീകരിച്ച 10 1kVA ഇൻവെർട്ടറുകളുടെ കൈമാറ്റ ചടങ്ങ് നടന്നു. കെ രമ MLA ഉദ്ഘാടനം നിർവഹിച്ചു. വിദ്യാഭ്യാസം ലഭ്യമാക്കുമ്പോൾ അതിൽ നിന്ന് ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുകയും അത് അത്തരം കമ്പനികൾക്കും വ്യവസായ സ്ഥാപനങ്ങൾക്കും ഒതുക്കാൻ സാധിക്കുന്ന ഒരു അന്തരീക്ഷത്തിലേക്ക് നമ്മുടെ ക്യാമ്പസുകളെ കൊണ്ടുവരിക. ആ കുട്ടികൾക്ക് അതിൽ പ്രാവീണ്യം ഉണ്ടാവുകയും അതോടൊപ്പം അവർക്ക് അതിൽ വരുമാനം ഉണ്ടാവുകയും ഈ ക്യാമ്പസിനെ അത് ഏറ്റവും ഗുണകരമായി മാറുകയും ചെയ്യുക എന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളത് വളരെ ഫലപ്രദമായി ഇവിടെ ചെയ്തിരിക്കുകയാണ്. ഇത്ര പെട്ടെന്നാണ് ഈ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി നിങ്ങൾക്ക് സാധിച്ചത് എന്നുള്ളത് അഭിമാനമുണ്ട്. അങ്ങനെ ഒരു ക്യാമ്പസ് ഉദ്ഘാടനം ചെയ്യുമ്പോൾ തന്നെ ഇത്ര വേഗം ഇതിന്റെ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു സ്ഥലത്തേക്ക് സമയത്തേക്ക് നമ്മൾ എത്തിച്ചേരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. അതേതായാലും വളരെ സന്തോഷം ഉണ്ടാക്കി അഭിമാനം ഉണ്ടാക്കുന്നു. നമ്മുടെ കുഞ്ഞുങ്ങൾ വളരെ വേഗം ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നു എന്നുള്ളത് ആ ചെയ്ത എന്റെ പ്രിയപ്പെട്ട കുട്ടികളെ ഹൃദയപൂർവ്വം അഭിവാദ്യം ചെയ്യുകയാണ്. ഇനിയും ഇതുപോലെയുള്ള പദ്ധതികൾ എക്സ്പീരിയൻസ് ആയിട്ട് പുറത്തേക്ക് പോകുമ്പോൾ ഏതെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നതിലേക്ക് തന്നെ ക്യാമ്പസിൽ നിന്നുമാകുമ്പോൾ വളരെ എളുപ്പമാണ് മറ്റു മേഖലകളിലേക്ക് എത്തിപ്പെടാൻ സാധിക്കുക എന്നത്. അതിന് നിങ്ങളുടെ താല്പര്യങ്ങളും നിങ്ങളുടെ കഠിനാധ്വാനവും ഒക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ ഒരു വിഷയത്തോടുള്ള താല്പര്യം, അത് അധ്വാനിക്കാനുള്ളൊരു മനസ്സ്, ആ തരത്തിൽ മുന്നോട്ട് പോകുമ്പോൾ തന്നെയാണ് അതിൽ വിജയിച്ചു വരാൻ വേണ്ടി സാധിക്കുക. അതിന് ഏറ്റവും ഉദാഹരണമായിട്ട് നമ്മുടെ ഇടയിൽ അനൂപ് തന്നെ നിൽക്കുന്നുണ്ട്. അനൂപ് എല്ലാ പരിപാടിക്കും വേണ്ടി ഉണ്ടാകുന്നു. ഇവിടുന്ന് പഠിച്ചുപോയ ഒരു സ്റ്റുഡന്റ് എന്ന നിലയ്ക്ക് ഏറ്റവും കഠിനാധ്വാനം അങ്ങേയറ്റത്തെ പരിശ്രമത്തിന്റെ ഭാഗമായിട്ട് സ്വന്തമായ ഒരു സ്ഥാപനം ഉണ്ടാവുകയും അത് ആ തരത്തിൽ ഉപയോഗിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കുന്നത്. അത്തരം മാതൃകകളാണ് നമുക്ക് ആവശ്യം. തീർച്ചയായിട്ടും ഇവിടെ പഠിക്കുന്ന കുട്ടികളും നിങ്ങൾ ഇതൊക്കെ കണ്ട് ഭാവിയിൽ ഏതെങ്കിലും തീർച്ചയായിട്ടും ഉയരങ്ങളിലേക്ക് എത്താൻ സാധിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. പല കമ്പനികളിലെയും ഹെഡായി മാറുന്ന തരത്തിലേക്ക് നിങ്ങൾക്ക് വികസിക്കാൻ സാധിക്കട്ടെ. അതിനുള്ള സാങ്കേതിക പരിജ്ഞാനം കൂടി ലഭ്യമാക്കി മുന്നോട്ട് പോകാൻ നമ്മുടെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്ക് സാധിക്കട്ടെ. അതിന് തയ്യാറായ ഒരു കൂട്ടം അധ്യാപകർ, നല്ലൊരു ടീമാണ് ഇവിടെ ഉള്ളത്. പലപ്പോഴൊന്നും പോളിടെക്നിക്ക് വന്ന് സാധാരണ ഒരു ക്യാമ്പസിലേക്ക് അപ്പുറത്തേക്ക് ഈ സ്ഥാപനത്തിലെ അധ്യാപകരും ഇതിന്റെ PTA ഉൾപ്പെടെയുള്ള ഒരു ടീം വളരെ നന്നായിട്ട് ഇതുപോലെയുള്ള വിഷയങ്ങൾ ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളത് പലപ്പോഴും അഭിമാനം തോന്നിയ ഒരു കാര്യമാണ്. ഇത് നമ്മുടെ കഴിഞ്ഞ പ്രിൻസിപ്പൽ, ഇപ്പോഴത്തെ കോർഡിനേറ്റർ അശോക് മാഷ് ഇത്തരം വിഷയങ്ങളൊക്കെ വളരെ ശ്രദ്ധയോടുകൂടി കാര്യക്ഷമമായി തന്നെ നമ്മളോടൊക്കെ നിരന്തരം ഒരു ഫണ്ടിന് വേണ്ടിയിട്ട് പൊതുവെ സ്ഥാപനത്തിൽ നിന്നൊക്കെ വന്ന് പറഞ്ഞ് ഒരു നിവേദനം തന്ന് പോകുന്ന പരിപാടി. പക്ഷെ ഇത് തുടർച്ചയായിട്ടുള്ള ഇടപെടൽ ഉണ്ടാവാൻ, തുടർച്ചയായിട്ട് അതിന്റെ ഫോളോ അപ്പ് നടത്താൻ കൂടി സാധിക്കുന്നു എന്നതാണ്. അങ്ങനെ തന്നെ നമുക്ക് ഏതൊരു ഫണ്ടും ഏത് കാര്യങ്ങളും നമുക്ക് സാധിച്ചെടുക്കാൻ സാധിക്കും. അതിന്റെ പിന്നിലുള്ള ഒരു ഫോളോ അപ്പ്, അതിന്റെ പിന്നിലുള്ള ഒരു ആത്മാർത്ഥമായ ഒരു ശ്രമങ്ങളും ഉണ്ടാകണം. അത്തരം ശ്രമങ്ങൾ എവിടെയും ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മളിലേക്ക് നമുക്ക് അനുവദിക്കാൻ സാധിച്ചത്. ഇനിയും മറ്റൊരു നിവേദനം കൂടി ഇരുന്നപ്പോൾ സൂചിപ്പിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും കഴിവിന്റെ പരമാവധി നമ്മുടെ സ്ഥാപനം വളർത്തിയെടുക്കുന്നതിന് ആവശ്യമായ എല്ലാ ഇടപെടലുകളും നിങ്ങളോടൊപ്പം ഉണ്ടാകുമെന്ന് കൂടി സൂചിപ്പിച്ചിട്ടുണ്ട്. തിരഞ്ഞെടുക്കപ്പെട്ട 20 വിദ്യാർത്ഥികൾ കഴിഞ്ഞ 7 മാസമായി ഏൺ വൈൽ ലേൺ സ്കീം പ്രകാരം ഈ കമ്പനിയുടെ വർക്കിംഗ് മെമ്പേഴ്സായി പ്രവർത്തിച്ചു വരികയാണ്. 1kVA 5kVA ലിഥിയം ബാറ്ററി ബേസ്ഡ് സോളാർ ഇൻവെർട്ടറിന്റെ മുഴുവൻ നിർമ്മാണ പ്രക്രിയയാണ് ഇവിടെ നടക്കുന്നത്. 45 1kVA 5 5kVA ഇൻവെർട്ടർ എന്നിവയുടെ നിർമ്മാണ പ്രവർത്തനമാണ് ഇപ്പോൾ നടന്നു വരുന്നത്. IHRD മോഡൽ പോളിടെക്നിക് കോളേജുകളുടെ സംസ്ഥാന കോർഡിനേറ്റർ പ്രൊഫസർ അശോക് നോവി ചടങ്ങിൽ സ്വാഗതം പറഞ്ഞു. വാർഡ് കൗൺസിലർ അഫ്സൽ PKC അധ്യക്ഷനായി. പ്രോമിനന്റ് മാനേജിംഗ് പാർട്ണർ അനൂപ് ആർ മുഖ്യപ്രഭാഷണം നടത്തി. വ്യവസായ വകുപ്പിനെ പ്രതിനിധീകരിച്ച വടകര നഗരസഭ ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ രഞ്ജിത് കുമാർ PA യോഗത്തിൽ സംസാരിച്ചു. പ്രിൻസിപ്പൽ ദീപ M കുരുവിള കോളേജിന്റെ പ്രവർത്തനങ്ങൾ വിശദീകരിച്ചു. PTA വൈസ് പ്രസിഡന്റ് സുരേഷ് ബാബു M, കമ്പ്യൂട്ടർ ഹാർഡ്വെയർ എഞ്ചിനീയറിംഗ് മേധാവി പ്രകാശ് KN, ഇൻഡസ്ട്രി ഓൺ ക്യാമ്പസ് അംഗങ്ങളായ ആസ്വിൻ, മുഹമ്മദ് നിഹാൽ എന്നിവർ സംസാരിച്ചു. വിദ്യാർത്ഥികൾക്കുള്ള സ്റ്റൈപ്പൻ, സർട്ടിഫിക്കറ്റ് എന്നിവയുടെ വിതരണവും നടന്നു. IOC കോർഡിനേറ്റർ സതീശൻ KK നന്ദി പറഞ്ഞു. ഇതുപോലെ നല്ല സുന്ദരിയായിരിക്കണം. അപ്പോ കല്യാണ പെണ്ണോ? അത് ചെറ്റപ്പന്റെ ഇഷ്ടം.
ഇത് മതിയോ? ചിറ്റപ്പാ. പാർക്കോ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്,